ബാഹുൽ രമേശ്, ദിൻജിത്ത് അയ്യത്താൻ എന്നീ 2 പേരുകൾ നമുക്ക് സുപരിചിതമാണ്. എന്തായാലും കിഷ്കിന്ധാകാന്ഡം, അതിനുശേഷം ഒരു സിനിമ അവരുടെ തന്നെ ടീമിന്റെ, അതും സന്ദീപ് പ്രദീപ് ഓൺ ലീഡ്, എക്കോ. അത് ഈ ഒരു സംഭവം, ആ അനൗൺസ്മെന്റ്, ആ ഫസ്റ്റ് ലുക്ക് തൊട്ട് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ കാണണമെന്ന് വിചാരിച്ചെങ്കിലും ഓരോ കാരണങ്ങൾ, ഓരോ ദിവസം ഈ സിനിമ കാണാൻ ഇറങ്ങുകയും എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങി പോവുകയും ചെയ്യുന്നു. അവസാനം കഴിഞ്ഞ ദിവസം കണ്ടു. ഈവൻ ട്രെയിലർ പോലും കാണാതെയാണ് ഞാൻ സിനിമയെ കണ്ടത്. അപ്പോൾ ഒരു ഭയങ്കര ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് അനിമൽ ട്രയോളജിന്റെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബാഹുൽ രമേശിന്റെ ഒരു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പിയായി. വേർത്ത് വാച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ തിയേറ്ററിൽ. ഗംഭീര സിനിമയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ ഒരിക്കലും മിസ് ചെയ്ത്. ഭയങ്കര ഗംഭീര റൈറ്റിംഗ് ആണ്. ഗംഭീര റൈറ്റിംഗ് എന്ന് തന്നെ പറയാം. ബാഹുൽ രമേശ് പുള്ളി കംപ്ലീറ്റ് ഓൾറൗണ്ടർ ആയിട്ട് എന്തായാലും കഥാ, തിരക്കഥ, സംഭാഷണം പ്ലസ് സിനിമാറ്റോഗ്രാഫി, ഇതിലെല്ലാത്തിലും പുള്ളിക്ക് 100ൽ 100 തന്നെയാണ് മാർക്ക്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. നമ്മൾ കണ്ടുപരിചിതമല്ലാത്ത കഥ, പരിസരം, കഥാ, സന്ദർഭങ്ങൾ, കഥാപാത്രങ്ങൾ തുടങ്ങി കാണുന്ന നമ്മൾക്ക് ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സിനിമയാണ് എക്കോ എന്ന് പറയുന്ന ഈ സിനിമ. സിനിമയുടെ തുടക്കത്തിൽ ഒരു ബ്രഹ്മഗിരിയിലോട്ട് അവിടെ ഒരു അപൂർവം ബ്രീഡ് ഉണ്ട്. അതിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഒരു സയന്റിസ്റ്റ്, ഡോക്ടർ, അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം, നമ്മുടെ വിനീത് ചെയ്ത കഥാപാത്രം എത്തുന്നു. തന്റെ സുഹൃത്ത് പണ്ടെങ്ങോ പറഞ്ഞ ഓർമ്മയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ബ്രീഡ് ചെയ്യാൻ. ആ സുഹൃത്ത് കുര്യനെ കുറിച്ചും ആ നാട്ടുകാർ മിസ്സിംഗ് ആയതിനു ശേഷവും വളരെ ഒരു മിസ്സിംഗ് ആളുകൾ, പല ആളുകളും പുള്ളിയെ അന്വേഷിച്ച് വരുന്നുണ്ട്. പുള്ളി എവിടെയാണോ മിസ്സായി പോയത്. പുള്ളിയുടെ വൈഫ്, ഒരു മലേഷ്യൻ വൈഫ് അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറെ കഥാപാത്രങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. ഈ കുര്യൻ ആരാണ്? കുര്യൻ നായ്ക്കളെ മനുഷ്യരിലേറെ സ്നേഹിക്കുന്ന ഒരു പുള്ളിയായിരുന്നു. വിവിധ ബ്രീഡുകളെ തേടി പോവുകയാണ്. അങ്ങനെയാണ് മലേഷ്യയിൽ എത്തുന്നതും. അവിടെ പരിചയപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ച് ഈ ബ്രഹ്മഗിരിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നല്ല രസകരമായിട്ടുള്ള, നമ്മൾ കേട്ടുകേൾവിയോ കണ്ടുകേൾവിയോ ഇല്ലാത്ത ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു അമ്പരപ്പുണ്ട്. ഈ സിനിമയിൽ ഉടനീളം എനിക്കത് കാണാൻ സാധിച്ചു. എസ്പെഷ്യലി ആ സീനൊക്കെ എന്താ പറയാ, ഒരു പിന്നെ ഫ്ലാഷ് ബാക്ക് സീനിൽ വന്നിട്ട് ഒരു സീൻ ഉണ്ട്. ആക്ച്വലി ഒരു നായ്ക്കളൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സീൻ. നമ്മളെ ഭയങ്കരമായി പേടിച്ചു പോകും. ആ നായ്ക്കളുടെ ഷോട്ടുകളൊക്കെ അങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ദിൻജിത്ത് അയ്യത്താന്റെ ഒരു വിഷൻ, അല്ലെങ്കിൽ ബാഹുൽ രമേശ് ഇതിലെ വിഷൻ എന്ന് പറയുന്നതാണ് എങ്ങനെയായിരിക്കും ഈ കഥയിലോട്ട് ഒരു തോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഒരു ഭയങ്കര, എനിക്ക് ഇപ്പോഴും നമ്മൾ കണ്ട് ശീലിക്കാത്ത ഒരു സാധനം കാണുമ്പോൾ സ്ക്രീനിൽ കണ്ട് അത് ഭയങ്കരമായി ഇംപ്രവൈസ് ചെയ്ത് അത് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എസ്പെഷ്യലി അതിന്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ കാരണം മലാത്തി ചേർത്തിയായിട്ട് എത്തിയ ബിയോ നോമിന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, എക്സെപ്ഷണൽ പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ KPSC നമ്മുടെ പൂക്കാലത്തിലെ വിജയരാമന്റെ പേരായിട്ട് ചെയ്ത ആ അമ്മയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഡബിങ് ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര എക്സെപ്ഷണൽ ആയിരുന്നു. പ്ലസ് വിനീതേട്ടൻ, നമ്മുടെ വിനീതേട്ടൻ, നരേൻ, അതായത് നമുക്ക് അറിയുന്ന മുഖങ്ങൾ പല കുറെ കാര്യങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ നല്ല ഡിഫറെന്റ്ലി കോംബോ ആയിട്ടോ അല്ലെങ്കിൽ നല്ല എൻറ്റയർലി ഡിഫറെന്റ് വേഷങ്ങളായിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ സെക്കൻഡ് സന്ദീപ് പ്രദീപ് കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. പ്ലസ് നമ്മുടെ മുജീബ് മജീദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയ്ക്ക് ഭയങ്കര ഇന്റൻസിറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബാഹുൽ രമേശിന്റെ സിനിമാറ്റോഗ്രഫി, അഫ്കോഴ്സ് റൈറ്റിംഗ് എന്ന് പറയുന്ന പീക്കാണ്. അത് നമുക്ക് ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ, പുള്ളിനങ്ങനെ എന്ന് പറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ഒക്കെയാണ് ഈ സിനിമയ്ക്കകത്തുള്ളത്. സോ നിങ്ങൾക്ക് തിയേറ്ററിൽ ഉറപ്പായിട്ട് ഒരു വെർത്ത് വാച്ച് മൂവിയാണ് എക്കോ എന്ന് പറയുന്ന ഈ സിനിമ. തീർച്ചയായിട്ടും മിസ്സാക്കരുത്. കാരണം ഭയങ്കരമായി റിഗ്രറ്റ് ചെയ്യും നിങ്ങൾ. അത്രയും കിടിലൻ മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഞാൻ വളരെ എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമ കൂടിയാണ് എക്കോ. ഭയങ്കര ഒരു ആ കുര്യൻ നമ്മുടെ ചെയ്തത് സൗരഭ് സച്ദേവ് എന്ന് പറയുന്ന പുള്ളി എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ ആ ക്യാരക്ടറൈസേഷൻ, ഈ സിനിമയിൽ എല്ലാ ക്യാരക്ടേഴ്സ് എഴുതിയിരിക്കുന്ന വിധവും അത് ഡെവലപ്പ് ചെയ്ത് വന്ന രീതിയും ആ കഥയിലോട്ട് ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള, ഇപ്പൊ ഞാൻ കിഷ്കിന്ധാകാന്ഡം കാണുമ്പോൾ നമ്മുടെ തുടക്കം തൊട്ടേ നമ്മളെ അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളിയിടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്രയ്ക്കും ഗംഭീരമായിട്ടുള്ള റൈറ്റിങ്ങും പ്രസന്റേഷനും കൊണ്ടാണ് സാധിച്ചത്. ഇവിടെ ഒട്ടും മറിച്ചില്ല. ഇത് ഏതൊരു ലോകം, ആ ലോകത്ത് നമ്മളെ കൊണ്ടിടുകയാണ്. കഥാപാത്രങ്ങളായിട്ട് നമുക്ക് സംസാരിക്കും, ആ വിഷനുമായിട്ട് നമ്മൾ സംസാരിക്കും. ഇതിൽ കുറേ സീനുകൾ നമ്മളെ അമ്പരിപ്പിച്ചിട്ടുണ്ട് തന്നെ. പേഴ്സണലി നായ്ക്കളുടെ കുറെ സീനുകളൊക്കെ എങ്ങനെയായിരിക്കും ഈ സിനിമ പ്രസന്റ് ചെയ്തത്, എങ്ങനെയായിരിക്കും ഇവർക്ക് ആ വിഷൻ കിട്ടിയത്, അത് ഗംഭീരം. ഇങ്ങനെയൊരു വിഷൻ അതിന് ഇംപ്രവൈസ് ചെയ്ത് സ്ക്രീനിൽ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ഗംഭീര സ്റ്റോറി ലൈൻ. ക്ലൈമാക്സിൽ ഒരു ഷോട്ടൊക്കെ എനിക്ക് കണ്ടിട്ട്
ഭയങ്കര അപ്ലോസ് ചെയ്യാനുള്ളത് പൗ 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 എന്നൊക്കെ പറയുന്നത്. സോ എനിക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. എക്കോ ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ്. ഒരു ലോകോത്തര നിലവാരമുള്ള സിനിമയാണ്. നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് അറ്റംപ്റ്റ് ആണ്. സോ തിയേറ്ററിൽ കണ്ട് തന്നെ ആസ്വദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.